കേരളത്തോട് ഇതുവരെ കാണിച്ച പോലെയുള്ള അവഗണന കാണിക്കാൻ പാടില്ല എന്നാണ് എല്ലാ കേരളീയരും ഒന്നുപോലെ ആവശ്യപ്പെടുന്നത്. പക്ഷെ കേന്ദ്രം പലപ്പോഴും കേരളത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും എല്ലാം മറന്നുപോകുന്നു. ദേശീയ ഐക്യം, ദേശീയ താല്പര്യം, ദേശസ്നേഹം, ഭാരതമാതാവ് ഇതെല്ലാം മറക്കും. അവർക്ക് എപ്പോഴും രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൽ അവകാശപ്പെട്ട വിഹിതം ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. ഒന്നാം ചോദ്യം നിസ്സംശയം എയിംസ് തന്നെയാണ്. എത്രയോ കാലമായിട്ട് കേൾക്കുന്നു. ഞാനൊക്കെ ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ പാർലമെൻറ്റ് എപ്പോഴും പറഞ്ഞ കാര്യമാണ് എയിംസിൻ്റെ കാര്യം. നോ എന്ന് പറയുന്നില്ല, പക്ഷേ എയിംസ് വരുന്നില്ല. ഈ കോഴിക്ക് മുല വന്ന പോലെ ആകാൻ പാടില്ല എയിംസ് വരണം. അതുകൊണ്ട് എല്ലാ കേരളീയരും കാത്തിരിക്കുന്നത് ആ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകിലാണ്. റെയിൽവേ സോൺസ് എപ്പോഴും നാം ആവശ്യപ്പെടുന്നു, പരിഗണിക്കാമെന്നവർ പറയുന്നു, പക്ഷേ ആ പരിഗണന കാണുന്നില്ല. ഇത്തവണ റെയിൽവേ സോൺ മാത്രമല്ല, അതിലേക്ക് റെയിൽവേയെ പറ്റിയുള്ള വ്യക്തത വേണം. അതിൻ്റെ പേരല്ല വിഷയം. ആളുകൾക്ക് സഞ്ചരിക്കാൻ വേഗത്തിൽ പോകാനാകണം.